ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഹെൽത്തി ദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഇത് നല്ലതാണ് കേട്ടോ, അതുപോലെ നമ്മുടെ കുട്ടികൾക്കും നല്ലതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കണോട് അമർത്തണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വെൽക്കം ടു മൈ ചാനൽ. ഞാനിവിടെ 2 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ട് നമ്മളൊരു 5 മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്താനായിട്ട് വെച്ചു കേട്ടോ. പച്ചരി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു കപ്പൂടെ ഈ വെള്ളത്തിൽ നമ്മളിട്ട് കൊടുത്തൊന്ന് കുതിർത്താനായിട്ട് വെക്കാം. ഞാനതിന് പകരം അരിപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിതൊരു 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതാണ്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി ചെറുപയർ വെള്ളത്തിലിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിനി ഇത് അരച്ചെടുക്കുകയാണ്. അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ചെറുപയർ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെറുപയർ നമ്മൾ മുഴുവനായിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 1 കഷ്ണം ഇഞ്ചി, അല്പം കറിവേപ്പിലയും അല്പം വെള്ളവും ചേർത്തിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം. ഞാനിതിലേക്ക് പച്ചമുളക് കൂടി ഇടുന്നുണ്ട്. അങ്ങനെ നമ്മൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് അരച്ച് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾ പച്ചരി ചേർക്കണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർക്കേണ്ട, ഞാൻ കുറച്ച് അരിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ചുട്ടെടുക്കാം. അങ്ങനെ ചൂടായ പാനിലേക്ക് നമുക്ക് ദോശയുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് പാന് ചൂടായതിന് ശേഷം ബാറ്റർ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അതിനുശേഷം തീ ഒരു ലോ ഫ്ലെയിമിലാക്കുക. അങ്ങനെ നമ്മൾ ദോശ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് സ്പ്രെഡ് ചെയ്യാം കേട്ടോ. ഞാൻ നെയ്യ് ഉപയോഗിക്കുന്നില്ല, അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ദോശ നമുക്ക് മാവ് അരച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് അരച്ച ഉടനെ തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലർക്ക് അതിൻ്റെ ഒരു പുളിപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 4-5 മണിക്കൂർ വെച്ചതിന് ശേഷം ചുട്ടാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ദോശകളൊക്കെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചട്നി കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.